നമ്മുടെ പിതാക്കന്മാരും ലിഖിച്ചവരാണ്, ശരിക്കച്ചവരാണ്. മക്കളമുഷ്ടികള് കഠിന ഹൃദയമാണ്. അതുകൊണ്ടാണ് 1 സാമുവേൽ 15:22-22 പറഞ്ഞത്. മക്കളമുഷ്ടി മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. മക്കളമുഷ്ടി വിഗ്രഹാരാധനയാണ്. കർത്താവിന്റെ വരം തിരസ്കരിച്ചാൽ നിന്നെ തിരസ്കരിച്ചുകളെ ദൈവം. അതുകൊണ്ടാണ് നാം അനുഭവിക്കുന്ന സംഗീതം 107 ആ 10-20 വരത്തില് പലരും ധിക്കരിച്ചതുകൊണ്ടാണ് നമുക്കെല്ലാം ദുരിതങ്ങളും വരുന്നത്. ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് യോഗങ്ങൾ 12 47 അമ്പലത്തില് നിന്നെ അതേ വരം കൊണ്ട് ഞാൻ വിധിക്കുമെന്ന് ഈശോ ദൈവം പറയുന്ന ഈശോ നമ്മളോട് പറയുന്നത്. അതിന് വായി ഈശോപ്രവാചകൻ ഈശോ വിടുന്നു. ആരാണ് ഈ കരുതുന്നത്? മാർഗദർശിച്ചുള്ളവരോടാണ് നാം പോകുന്നത്. ഈ അവരോട് പറയുക അധികാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസർജിച്ചാലും അറിഞ്ഞോളൂ. കേട്ടാലും കേട്ടില്ലെങ്കിലും അവർക്കറിയാം നമ്മൾ വചനമാണ് നമ്മൾ പറയുന്നത്. അത് കൂടി ഭയമായിരിക്കും. നിയമാവത്തെ 28:10 ഈശ്വരൻ നാം വഹിക്കുന്ന കാണുമ്പോൾ അവരെല്ലാം പേടിക്കും. എവിടെ ചെന്നാൽ എല്ലാം ഭയപ്പെടും. അവർക്ക് പേരുകൾ എല്ലാവരും പറയാൻ നമ്മൾ അവരെയോ വാക്കുകളെ ഭയപ്പെടേണ്ട. എല്ലാ ദുരിതങ്ങളും ഉണ്ടായേക്കാം. മുള്ളും മുൻഷടി കേട്ടോ പ്രയാസങ്ങൾ ഏർക്കൊണ്ടായിരിക്കും. ചിലപ്പോൾ കേരളത്തിൽ അത് കേരളം വിഷമാണ്. അതിന്റെ വഴി ഇരിക്കുന്നുണ്ട് വന്നേക്കാം. എന്നാലും അവിടെ വാക്കുകളുടെ നീ പേടിക്കുകയൊക്കെ ചെയ്യും. ഭയപ്പെടുകയോ സൂക്ഷിച്ചു നോക്കണം. അല്ല കള്ളവിചാരത്തിൽ മക്കൾ നോക്കത്തില്ല. സൂക്ഷിച്ചു നോക്കും. അതുകൊണ്ട് നീ വേണ്ട. എന്താ കാരണം? അവർ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിലും ഈ ധൈര്യമുള്ള വാക്കുകൾ പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ വീണ്ടും പറയാണ്. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യരൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരി ആകരുത്. കേട്ടോ, നമ്മളും ആകരുത്. അതാണ് പറയുന്നത്. നമ്മള് എഴുതപ്പെടണം. എഴുതുകൊണ്ട് അവർക്ക് കഴിഞ്ഞിരിക്കാൻ ആ പുറപ്പാടെടുക്കാം. ശരിക്കും മനസ്സിലാക്കണം. ഞാൻ നിനക്ക് തരുന്നത് കപ്പലന്റെ വാചനം വാ തുറന്നാല് വല്ല പ്രപഞ്ചത്തിന്റെ ചാടിക്കുക. വാ തുറന്ന് അവർ ശരിക്ക് ഭക്ഷിക്കണോ? വചനം വാ കൂട്ടിയിരുന്ന് ഭക്ഷിക്കാൻ പറ്റുമോ? വാ തുറന്ന് ഭക്ഷിക്കാൻ കേട്ടോ. എന്താണ് പ്രശ്നം? വായിലും ഭക്ഷിക്കുക. വാ തുറന്ന് ഭക്ഷിക്കുക. ഞാൻ ഭക്ഷിക്കുക. ഞാൻ നോക്കി അതാ നീക്കിയൊരു കരവും അതൊരു ലേഖനത്തിലും അവരത് എന്റെ മുമ്പിൽ വിടത്തി. അത് അത് വിലാപങ്ങളും പരിവേദനകളും ദുരിതങ്ങളും ലേഖനങ്ങൾ ചെയ്യുന്നു. ആ ലേഖനങ്ങൾ അതില് വിലാപങ്ങള് പരിവേദനകളും ദുരിതങ്ങളും രേഖപ്പെടുത്തി.
രേഖപ്പെടുത്തിയത്. വായിക്കൽ 3 അധ്യായം 1 മുതൽ 22. അവരെന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര നീ കാണുന്നതിന് ഭക്ഷിക്കുക. എല്ലാ ചൊല്ല് വാചനം നീ ഭക്ഷിക്കാൻ കാണുന്ന ചൊല്ല്. എന്നിട്ട് വചനം പണ്ടെങ്കിലാണ് ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കാൻ കഴിയുന്നത്. പറഞ്ഞില്ലേ, നാട്ടാണ് തിരുനാട്ടിൽ പറഞ്ഞത് വചനം ഭക്ഷിച്ചത്. ഈ വചനം വെച്ച് അതാണ് വെളിപാട് 10 8 തൊട്ട് 11 വരെ ഞാൻ വെളിപാടായിട്ട് വചനം എന്താണ്? വചനം ആദ്യം പാടി വന്നപ്പോൾ മാറ്റിച്ച് അത് നമ്മുടെ വയറ്റിലോട്ട് ചെന്നപ്പോൾ കൈപ്പായി മാറി. ആദ്യം വചനം വരുമ്പോൾ എല്ലാവരും സന്തോഷം സമാധാനമാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല കുളിരം വരും. അപ്പോൾ എന്തായി മാറും? കൈപ്പായി മാറും. ഞാൻ കേട്ട സ്ഥലം വീണ്ടും എന്നോട് പറഞ്ഞു, നീ പോയി കടലിലും കരയിലും നീരൊഴിക്കുന്ന ഭൂതത്തെ കഴിക്കുന്ന ആ ദിവസത്തെ ചുരുൾ വാങ്ങുക. ഞാൻ ഭൂതത്തെ അടുപ്പിക്കുന്ന ആ ചെറിയ ചുരുൾ ചോദിക്കും. അവൻ പറഞ്ഞു, ഇതെടുത്ത് വീഴുക, ഇത് ഉദരത്തിൽ കൈപ്പായിരിക്കും. അവ നമ്മൾ ചോദിക്കണം, വേണ്ട ചോദിക്കണം. കേൾക്കണം. നിന്റെ ഉദരത്തില് അതാണിപ്പോ കേൾക്കുമ്പോ നല്ല മാധ്യമ രസമായിട്ട് കേൾക്കണം. 4 കൊല്ലം കഴിയുമ്പോ ചിലരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവസാനം വരെ പിടിച്ചേക്കുന്ന ഭാഗ്യവാൻ മർക്കോസ് വരുമാണ്. ആദ്യമായ വിശ്വാസം അവൻ അവസാനം വരെ ഉണ്ടാവും. എബ്രായർ 3:14 ആദ്യമുണ്ടായ സ്നേഹം അവസാനം വരെ ഉണ്ടാകണം. വെളിപാട് 2 9 വരെ അനിവാര്യം. ഞാൻ കൂടുതൽ കഴിക്കുന്ന ചുരുൾ വാങ്ങി വിഴുങ്ങി അതിന്റെ വായു തേൻപോലെ മധുരിച്ചു. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിന് കയ്പായി മാറി. അതാണ് വചനം തേനാണെന്ന് സങ്കീർത്തനം 119 വാക്യം. അത് കൽക്കണ്ടമാണ്, തേൻ കട്ടയാണെന്ന് സങ്കീർത്തനം 19:10. അതാണ് പ്രഭാഷകൻ 24 19 22 വാക്യത്തില് അത് എത്ര കുടിച്ചാലും മതിയാവുമോ? വാചനത്തിലേക്ക് മതിയാവുമോ? ഓരോ ദിവസം കേൾക്കില്ലേലും മതിയാവുമോ? അവസാനമുണ്ട് ഇല്ല. അതാണ് ആ ഇസ്രായേൽ നാട്ടിലെ 1-11 കാലത്ത് ആദ്യത്തെ വർഷം ഞങ്ങളെ കടങ്കാലം വരെ കിട്ടുന്ന വെള്ളത്തിൽ നടക്കുമ്പോൾ 2ാമത്തെ വർഷം മുട്ട് വരെ ഉണ്ടാവും വചനം. 3ാമത്തെ വർഷം അര വരെ, 4ാമത്തെ വർഷം തോട് വരെ, കടുപ്പ് വരെ. പിന്നെയോ നീന്താൻ നടന്ന് അക്കരെ കെട്ടാൻ പറ്റാതിരുന്ന അവനോട് ചോദിച്ചു, മനുഷ്യപുത്ര നീര് കണ്ടോ? ഇത് നടക്കാൻ പറ്റില്ല. നദീതീരത്തൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോകുമ്പോൾ നദിയുടെ 2 കരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. 4 കൊല്ലം നീളങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ചുറ്റിലും പല വൃക്ഷങ്ങളാണ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് അയൽവക്കത്തിൽ നിന്നൊക്കെ വരും. അതൊക്കെ പറഞ്ഞാൽ 27 ഇരുന്ന ഭർത്താവാണ്. പലത് പഠിക്കും. 4 കൊല്ലം കഴിയുമ്പോൾ പലരും രക്ഷമായി കണ്ടോ. പിന്നെ നിങ്ങൾ യുദ്ധം പറ്റുമോ? അത് യുദ്ധമോ ദൈവം ഇല്ല. അതിനാണ് ദൈവം പ്രബോധിക്കുന്നത്. ഇത് കൊടുത്തില്ലെങ്കിലോ ഓൺലൈൻ കേട്ടിട്ട് എനിക്ക് എല്ലാം കിട്ടും. അപ്പൊ എനിക്ക് സുഖങ്ങൾ പറയും. 2 കൊല്ലം 10 ഓൺലൈൻ കൂടെല്ലാം കിട്ടി. നടക്കാനും പറ്റിയില്ല, തിന്നാനും പറ്റിയില്ല, പാകാനും പറ്റിയില്ല. എന്തുകൊണ്ടാണ്? കൊടുത്താലും ഒരാത്മാനം പിടിക്കാനായിട്ട് നമ്മൾ നടക്കുമോ? കർത്താവിന്റെ കുറയുന്നതല്ല. ഇനി വായിക്കും, ദിശക്കില്ലെന്ന് വായിക്കും. അവൻ ഭക്ഷിക്കാൻ തന്നു. അവൻ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. വയറ് നിറക്കണം, വേണം. മാധ്യമങ്ങളുണ്ട്. ഞാനത് ഭക്ഷിച്ചു, എന്റെ വായിലത് തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്നാൽ എന്റെ വാക്കുകൾ അവരെ അറിയിക്കുക.
അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല ഇത്രയും ഭവനത്തിലേക്കാണ് ഞാൻ അയക്കുന്നത്. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും അധിക പദം ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കുന്നത്. അങ്ങനെയുള്ള അടുത്തേക്ക് ആയിരുന്നെങ്കിൽ അവർ തീർച്ചയായും വാർത്തകൾ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഭവനം ഇതിന്റെ വാർത്തകൾ കേൾക്കുന്നില്ല. കാരണം എന്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല. എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും കഠിന ഹൃദയമുള്ളവരാണ്. നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും എന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു. അതുപോലെ കഠിനമാക്കി വച്ചത് പോലെ ഈ കണ്ണിനേക്കാൾ കടുപ്പമുള്ള വസ്ത്രക്കല്ല് പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു. കടുപ്പമുള്ളതാക്കുകയും മാക്കി തരും. തന്റെ രോഗമുണ്ട് ശക്തമായിട്ട് അതിനെ തകർക്കാവുന്ന നമുക്ക് നെറ്റിക്ക് തരില്ലേ. നീ അവരെ ഭയപ്പെടേണ്ട. അവരെ ഭയപ്പെടേണ്ട. അവരുടെ നോട്ടങ്ങൾ പരിഗണിക്കുകയും വേണ്ട. നോട്ടങ്ങളുടെ അവർ വികാരികളുടെ ഭവനമാണ്. എത്ര സ്ഥലത്താണ് ധിക്കാരികളുടെ ഭവനമാണ്. ദൈവത്തെ ധിക്കരിച്ചവരാണ്. അവൻ തുടർന്നു, മനുഷ്യപുത്ര ഞാൻ പറയുന്ന മനുഷ്യപുത്ര ഞാൻ പറയുന്ന വാക്കുകൾ ദൈവത്തെ സ്നേഹിക്കാന്ന് വെച്ചാൽ 1:5 3:4 എന്റെ കൽപ്പന പാലിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. അവർ വികാരികളുടെ ഭവനമാണ്. അവർ തുടർന്നു, മനുഷ്യപുത്ര ഞാൻ പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ചെവി ചെവിടച്ചിരിക്കുന്നത് എല്ലാ ചെവികളിലിരിക്കുന്നത് പിന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന 2:19 പചരഘട്ടം സംഘടിച്ചിട്ട് ആഴമായിട്ട് പദത്തെ പറ്റി ചിന്തിക്കണം, ധ്യാനിക്കണം. യോഹന്നാൻ 12:24 ബോധമേ അതുപോലെ ഇരുന്നാൽ ഫലം പുറപ്പെടുവിക്കുക. അത് അഴിയാതെ